Moving to the next problem in the analysis of frames by kinematic method in plastic analysis. Determine the collapse load WC for the frame shown in figure. So this is a frame ABCD which is having three spans AB, BC and CD, and there is a single concentrated load W acting at the point B, then a concentrated load 2W acting at a point 1 meter from the joint C. ഇവിടെ നമുക്ക് plastic moment capacity sections in different ആണ്. For AB it is MP, for BC it is 2 MP, for CD it is again MP. ഇവിടെ നമ്മൾ collapse load WC ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് W 2W എന്ന് രണ്ട് ലോഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ WC കൊളാപ്സ് ലോഡാണ്. നമ്മൾ ഈ ഡബ്ല്യുവിൻ്റെ വാല്യൂ തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ആർ ദ മെക്കാനിസംസ് ദാറ്റ് ക്യാൻ ഡെവലപ്പ് ഫോർ ദ ഫ്രെയിം ഷോൺ ഇൻ ഫിഗർ? ആദ്യത്തത് ബീം മെക്കാനിസം എന്ന് പറയുമ്പോൾ ഇവിടെ ബി സിയിൽ മാത്രമാണ് സ്പാനിൽ ലോഡ് ഉള്ളത്. ഇവിടെ എ ബി എന്ന് പറയുന്ന സ്പാനിൽ ലോഡ് ആക്ട് ചെയ്യുന്നില്ല, എൻഡിലാണ് ബിയിലാണ് ലോഡ് ഉള്ളത്. ഇവിടെ ബി സി സ്പാനിൽ മാത്രമാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ദർ ഇസ് ഓൺലി വൺ ബീം മെക്കാനിസം. സ്പാനിൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ബീം മെക്കാനിസം ഡെവലപ്പ് ആവുള്ളൂ. സോ ഇവിടെ സ്പാനിൽ ലോഡ് ആക്ട് ചെയ്യുന്ന ഒരേ ഒരു മെമ്പർ ബി സി ആണ്. സോ ബി സിയിൽ മാത്രമേ ഇവിടെ ബീം മെക്കാനിസം ഡെവലപ്പ് ആവുള്ളൂ. സോ നമുക്ക് ബി സിയിലുള്ള ബീം മെക്കാനിസം നോക്കാം. ഇവിടെ ബി സിയിലുള്ള ബീം മെക്കാനിസം എന്ന് പറയുമ്പോൾ ഹിഞ്ചസ് ആർ ഫോംഡ് അറ്റ് ബി, സി ആൻഡ് അണ്ടർ ദ ലോഡ്. So here the rotation at B is theta 1, the rotation at C is theta 2. So rotation under the load is theta 1 plus theta 2. ഇവിടെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ജോയിന്റ് ബിയിൽ എന്ന് പറയുമ്പോൾ ദർ ഇസ് എ സെക്ഷൻ ചേഞ്ച് ഫ്രം എം പി ആൻഡ് ടു എം പി. അപ്പം കുറഞ്ഞ പ്ലാസ്റ്റിക് മൊമെന്റിന്റെ വാല്യൂ ആണ് നമ്മളവിടെ എടുക്കേണ്ടത്. സോ ഇവിടെ എം പി ആണ് നമ്മൾ ബിയിൽ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എടുക്കേണ്ടത്. അതുപോലെ സിയിലും 2 MP, MP അങ്ങനെ രണ്ട് വാല്യൂസ് ആയിട്ടുള്ള സെക്ഷൻ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ചെറിയ വാല്യൂ ആണ് എടുക്കേണ്ടത്. എം പി ആണ് സ്മോളർ വാല്യൂ ഓഫ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി. അതുപോലെ അണ്ടർ ദ ലോഡ് ദർ ഇസ് നോ ചോയ്സ്, 2 MP is the plastic moment capacity. So here let's apply trigonometric relations to find the relation between theta 1 and theta 2. So here theta 1 is equal to delta divided by 3 and delta is equal to 3 theta 1. And here theta 2 is equal to delta divided by 1 and theta 2 is equal to delta. So here delta is theta 2 and also equal to 3 theta 1. So ഇവിടെ 3 theta 1 is equal to theta 2. So നമുക്ക് theta 2 പകരം 3 theta 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം in the value of internal work done. So here internal work done will be equal to mp theta 1 plus 2mp theta 1 plus theta 2 plus mp theta 2. So here mp theta 1 plus 2mp into theta 1 plus theta 2 plus mp theta 2, that is the internal work done, which will be equal to the load into deflection. ഇവിടെ load is equal to 2w. So 2wc. നമുക്ക് mechanism develop ആണെങ്കിൽ w should be equal to wc, then 2wc into delta. Delta is nothing but 3 theta 1. നമ്മളെല്ലാം theta 1 ടേംസിലേക്ക് മാറ്റി. theta 2 is equal to 3 theta 1 and also delta is equal to 3 theta 1. So which implies mp is equal to 6 by 12 wc or wc is equal to 2 mp. ഇവിടെ നമുക്ക് കൊളാപ്സ് ലോഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ WC is equal to 2 mp. That's what we are getting the value of collapse load. Next is the sway mechanism. So this is a figure corresponding to the sway mechanism. ഇവിടെ നമുക്ക് രണ്ടും ഫിക്സ്ഡ് എൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് റിയാക്ഷൻ കോമ്പണൻസ് എന്ന് പറയുന്നത് 6 ആണ്. 6 മൈനസ് 3 സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി is equal to 3. അപ്പോൾ 4 ഹിഞ്ചസ്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി പ്ലസ് 1 നമ്പർ ഓഫ് ഹിഞ്ചസ്. അപ്പം 4 ഹിഞ്ചസ് ആണ് നമുക്കിവിടെ ഫോം ആവേണ്ടത്. സോ സ്വേ മെക്കാനിസത്തിൽ ഇവിടെ A, B, C, D അങ്ങനെ 4 പോയിന്റ്സിലും ഹിഞ്ചസ് ഫോം ആവണം.
So here the rotations at A, B, C and D is equal to theta. So mp theta plus mp theta plus mp theta plus mp theta, that is the internal work done. ഇവിടെ എല്ലാ സ്ഥലത്തും എം പി തന്നെയാണ് പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി വരുന്നത്. കാരണം സ്മോളർ വാല്യൂ ആണ് സെക്ഷൻ ചേഞ്ച് ഉള്ള പ്ലേസസിൽ നമ്മൾ എടുക്കേണ്ടത്. അത് എം പി തന്നെയാണ് വരിക. ബിയിലും സിയിലുമാണ് അങ്ങനെ ഒരു സെക്ഷൻ ചേഞ്ച് ഉള്ളത്. പക്ഷേ അവിടെയും സ്മോളർ വാല്യൂ എം പി ആയതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി വാല്യൂ എല്ലായിടത്തും എം പി തന്നെയാണ് വരുന്നത്. സോ ദ ടോട്ടൽ ഇൻറ്റേർണൽ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു 4 mp തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു WC ഇൻറ്റു ഡെൽറ്റ. ലോഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ ആക്ട് ചെയ്യുന്ന ലോഡ്, ഈ സ്വേ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ലോഡ് എന്ന് പറയുന്നത് W ആണ്. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് WC when there is a mechanism developed. So W is equal to WC. So W into delta, അതാണ് ലോഡ്, into deflection. So here delta is equal to 3 theta because theta is equal to delta divided by 3. ഇവിടെ AB ൻ്റെ ഡിസ്റ്റൻസ് 3 മീറ്റർ ആണ്, AB ൻ്റെ ലെങ്ത്. സോ ഡെൽറ്റ ഡിവൈഡഡ് ബൈ 3 ആണ് തീറ്റ ആൻഡ് ഡെൽറ്റ is equal to 3 theta. So WC into 3 theta, that is the external work done, and WC is equal to 4 by 3 mp which is equal to 1.33 mp. That is the value of collapse load from sway mechanism. Next one is combined mechanism. Combined mechanism എന്ന് പറയുമ്പോൾ sway mechanismത്തിൻ്റെയും beam mechanismത്തിൻ്റെയും combination ആണ്. So here beam mechanism. In beam mechanism, the load is acting at a distance 1 meter from C. അതായത് സിമെട്രിക് ആയിട്ടല്ല നമ്മുടെ സ്പാൻ ബി സിയിൽ ലോഡ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റൊട്ടേഷൻസ് θ1 ആൻഡ് θ2 ആർ ഡിഫറെൻറ്റ് അറ്റ് ബി ആൻഡ് സി. സോ ബിഫോർ ദാറ്റ് എവിടേക്കാണ് ഹിഞ്ച് ഫോം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഹിഞ്ചസ് റിക്വയർഡ് ഫോർ എ കൊളാപ്സ് മെക്കാനിസം എന്ന് പറയുന്നത് 4 ആണ്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 3 + 1, 4 ആണ് നമുക്ക് വേണ്ട നമ്പർ ഓഫ് ഹിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫിക്സ്ഡ് എൻഡിലും പിന്നെ അതുപോലെ ലോഡ് പോയിന്റിലും ഹിഞ്ചസ് വേണം. അതിനുശേഷം ഏതെങ്കിലും ഒരു ജോയിൻ്റ് നമുക്ക് ഒഴിവാക്കാം. സോ ഇവിടെ ബി ജോയിൻ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. സോ എയിലും സിയിലും ഡിയിലും ആൻഡ് അണ്ടർ ദ ലോഡ് പോയിന്റിലുമാണ് ഇവിടെ ഹിഞ്ചസ് ഫോം ആയിട്ടുള്ളത്. Δ1 is the sway and Δ2 ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. Δ2 is the deflection under the load. Rotation at A is θ1. Rotation at B എന്ന് പറയുന്നത് 2 θ1 ഉണ്ട്, θ1 plus θ1. ആൻഡ് ഇവിടെ ബിയിൽ റൊട്ടേഷൻ നമുക്ക് വേണ്ട കാരണം അവിടെ ഹിഞ്ച് ഫോം ചെയ്യുന്നില്ല. അതുപോലെ സിയിലുള്ള റൊട്ടേഷൻ എന്ന് പറയുന്നത് θ1 plus θ2 ആണ്. The rotation under the load is θ1 plus θ2 and rotation at D is θ1. So here θ1 divided by 3 which is equal to Δ1. So Δ1 is equal to 3 θ1 and here also Δ2 is equal to 3 θ1 because θ1 is equal to Δ2 divided by 3 again. അപ്പോൾ Δ2 is also equal to 3 θ1. So here the internal work done will be mp into θ1 plus 2 mp into θ1 plus θ2 plus mp into θ1 plus θ2 plus mp into θ1. സിയിലുള്ള 2 റൊട്ടേഷൻസ് ഉണ്ട്, θ1ഉം θ2ഉം 2 റൊട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ so this is a total internal work done which will be equal to WC into Δ1 plus 2WC into Δ2. But here Δ1 is equal to Δ2 is equal to 3 θ1. So substitute the values of Δ1 and Δ2.